വിദ്യാർത്ഥികളും യുവാക്കളും അതിന് പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനാധിപത്യ വിശ്വാസികളാകെ ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിൻ്റെ ഐതിഹാസികമായ ഒരു അധ്യായം രചിച്ച ഘട്ടത്തിൽ RSSൻ്റെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും മനസ്സെന്താണ് എന്ന് ഈ ലോകം അവരുടെ തന്നെ വാക്കുകളിൽ കേൾക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഈ സമരക്കാരെയെല്ലാം വെടിവെച്ച് കൊന്നു അവരുടെ ശവങ്ങളെല്ലാം അനാഥമാക്കി മാറ്റണമായിരുന്നു എന്ന് പറയുന്ന മലയാളി ഉൾപ്പെടെയുള്ള RSSൻ്റെയും സംഘപരിവാർ വിഭാഗത്തിൻ്റെയും ഫാസിസ്റ്റ് മനസ്സ് നമ്മൾ കേരളീയർ ഇന്ത്യക്കാർ തിരിച്ചറിയുകയാണ്. ആ നിലപാട് ഈ രാജ്യം അംഗീകരിക്കുന്നതല്ല. ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള ഫാസിസ്റ്റുകൾ ലോകത്ത് ജനാധിപത്യ ശക്തികൾക്കെതിരായിട്ട് കടന്നാക്രമണത്തിന് വേണ്ടി ഉപയോഗിച്ച ഇത്തരത്തിലുള്ള നിലപാടുകളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ലോകം ജനാധിപത്യ ശക്തികൾ മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള അവരുടെ കൂട്ടുകെട്ട് കഴിഞ്ഞ 12 വർഷക്കാലത്തെ ശക്തമത്തായ രീതിയിലുള്ള ജനാധിപത്യത്തിനു വേണ്ടി അതുപോലെ മതനിരപേക്ഷ ഉള്ളടക്കത്തിനു വേണ്ടി ശ്രമിക്കുന്നവരെയെല്ലാം രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് കൽത്തുറങ്കിലടച്ച ആ ഗവൺമെൻറ്റിന് ജനകീയ ശക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇന്ത്യക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രം. അതൊരു പുതിയ അധ്യായം തന്നെയാണ്. BJPയുടെ സംഘപരിവാറിൻ്റെ വർഗീയ ധ്രുവീകരണത്തിനെതിരായിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള പ്രതിരോധമാണ്. ആ പ്രതിരോധം ഇനിയും ശക്തിയായിട്ട് തുടരും, മുമ്പോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അല്ലാതെ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ സമരക്കാരെയെല്ലാം വെടിവെച്ച് കൊല്ലണമായിരുന്നു എന്ന ഹിറ്റ്ലറുടെ മനസ്സ്, അത് ഫാസിസ്റ്റുകളുടെ മനസ്സാണ്. അത് RSSൻ്റെയും സംഘപരിവാറിൻ്റെയും ഭാഗമാണ്. അതിനെ ജനങ്ങൾ പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കാൻ.